ഹലോ, വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിംഗ്. അപ്പം ഇന്നലെ ഒരു വിവാദ വിഷയം എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് റിയാക്ട് ചെയ്തത് കണ്ടു, കുറേ ന്യൂസുകൾ കണ്ടു. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോഴെനിക്ക് സമയം കിട്ടുള്ളൂ സംസാരിക്കാൻ. ഓക്കെ, എന്താ സബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ അയാളുടെ ഭാര്യനെ വീട്ടിൽ പ്രസവിപ്പിച്ചിരിക്കുകയാണ്. ചിലവ് ചുരുക്കാനാണോ എന്താണെന്ന് അറിയില്ല. വീട്ടിൽ പ്രസവിപ്പിച്ചിരിക്കുകയാണ്. വീട്ടിൽ പ്രസവിപ്പിച്ചതിൻ്റെ അയാളെന്ത് അക്യുപഞ്ചർ അങ്ങനത്തെ സംഗതിയുടെ ആളാണ് അത്രേ. അപ്പം അയാൾക്ക് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊന്നും അത്ര താല്പര്യമുള്ള ആളല്ല, വ്യക്തിയല്ല. അതുകൊണ്ട് അയാൾ അക്യുപഞ്ചർ എന്തോ സംഗതി പഠിച്ചതായതുകൊണ്ട് അയാൾ വീട്ടിൽ പ്രസവം എടുത്തു. ഓൾറെഡി അയാളുടെ ഭാര്യയ്ക്ക് 5 മക്കളാണ്. അത് 5 ഡെലിവറി കഴിഞ്ഞു. അതിൽ 2 ഹോസ്പിറ്റലിൽ വെച്ചിട്ടും 2 വീട്ടിൽ വെച്ചിട്ടുമായിരുന്നു. ഈ 3ാമത്തെ ഈ ഒരെണ്ണം വീട്ടിൽ വെച്ച് ഡെലിവറി ചെയ്ത സമയത്ത് അവർ മരണപ്പെട്ടു. ഡെലിവറി സമയത്ത് മരണപ്പെട്ടു. അപ്പം അതാണ് നമ്മളെല്ലാവരും കേട്ട ന്യൂസ്. അപ്പോൾ ഇയാൾക്ക് എന്തോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്ന് പറയുന്നു. ഒരു 10-63,000 ഫോളോവേഴ്സൊക്കെ ഉള്ള യൂട്യൂബ് ചാനലാണ്. അയാൾ എന്തൊക്കെയോ, അതായത് ഞാൻ അയാളുടെ ചാനൽ കണ്ടില്ല, അയാൾ എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ അക്യുപഞ്ചർ എന്ന് ന്യൂസിൽ കേട്ടതാണ്. അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയെ വിശ്വസിച്ച് അതിലൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിൽ എന്താ പറയുക, ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസിൽ അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വിളിച്ചു തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആംബുലൻസ് വന്നപ്പോൾ ആംബുലൻസിൽ കുറച്ച് ആൾക്കാരും കൂടി കയറിയിരുന്നു എന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. പക്ഷേ ഈ സംഭവങ്ങളും ന്യൂസൊക്കെ പുറത്ത് വരുമ്പോൾ ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെയെന്ന് അറിയുന്നില്ല. അയാൾ എന്തായാലും പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്, കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവർ എവിടെയെന്ന് അറിയില്ല. ഈ കുട്ടിയുടെ പാരൻസ് എവിടെയെന്ന് ഇതുവരെയുള്ള അപ്ഡേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയ അപ്ഡേഷൻ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവനവൻ്റെ കുഞ്ഞ്, അവനവൻ്റെ ഭാര്യ, അവർക്ക് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില ആൾക്കാർ പ്രസവിക്കുന്നതൊക്കെ ഞാൻ കുറേ ആൾക്കാർ എടുത്തിട്ടത് കണ്ടു. പട്ടി പ്രസവിക്കണില്ലേ, പൂച്ച പ്രസവിക്കണില്ലേ, ആന പ്രസവിക്കണില്ലേ, ഇവരൊക്കെ പ്രസവിക്കുമ്പോൾ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല, അങ്ങനെ കുറേ. ഇനി ഇതിൻ്റെ അടിയിൽ കുറേ നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരാൻ നിൽക്കണ്ട, വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ നിങ്ങളെ അല്ല പറയുന്നത്, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ഒന്നും തിരുത്താൻ വന്നിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ തിരുത്താൻ വരുന്നുമില്ല. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് പേർത്തെങ്കിലും നമുക്ക് പറയാലോ, മക്കളെ ഇതൊന്നും അല്ല റൈറ്റെന്ന് തുടക്കത്തിലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പറയാം. അല്ലാതെ കുറേ ഇങ്ങനെ മുറ്റെത്തിയവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം മനസ്സിലായോ, അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് അതിങ്ങനെ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റാൻ പറ്റില്ല. എന്തൊക്കെ തന്നെ ശ്രമിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരോടൊന്നും പറയാം, അങ്ങനെയുള്ളവർ പറഞ്ഞതിനെ പറ്റി അങ്ങനെയുള്ളവർ ഡയറക്റ്റായിട്ടൊന്നും പറയാൻ ഞാൻ വരുന്നില്ല. ഞാൻ ഈ ഒരു വിഷയം കേട്ടപ്പം എനിക്കൊരു ഒപ്പീനിയൻ പറയണമെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാണ്. പട്ടിയും പൂച്ചയും എന്താണ് ആനയൊക്കെ പ്രസവിക്കുന്ന പോലെയല്ല. ഈ പറഞ്ഞ പോലെ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ പട്ടിക്കും പൂച്ചയ്ക്കും എന്താ പറയുക, മൃഗങ്ങൾക്കും ഒക്കെ ഹോസ്പിറ്റലുകളുണ്ട് കേട്ടോ. അവിടെയും കൊണ്ടുപോയിട്ട് അതേപോലെ അവരെയും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇല്ല മനസ്സിലാക്കിക്കോ. അതായത് ഇങ്ങനത്തെ ആൾക്കാർ, അതായത് പല ഇതിലും റിയാക്ഷൻ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു സംഗതി അത്രേ. അക്യുപഞ്ചർ വഴിയാണ് അത്ര ഡെലിവറി ഒക്കെ നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ജീവൻ കൊണ്ടുപോയിട്ട് പരീക്ഷിക്കാൻ കൊടുക്കുകയാണ് 5-6 പേരുടെ കയ്യിൽ. അതായത് ഇങ്ങനെ ഡെലിവറി എന്നൊക്കെ ഇപ്പോൾ എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ ഒരു എന്താ പറയുക, പരീക്ഷിക്കാൻ വേണ്ടി ഇത്ര റിസ്കി ആയിട്ടുള്ള കാര്യം പരീക്ഷിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ ആലോചിക്കണം. പരീക്ഷിക്കാം. അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടുവാണെങ്കിൽ നീയൊക്കെ ഒരു ആംബുലൻസും സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സക്സസ് ആയില്ല, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും വേണ്ടി വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നിനക്ക് ഇറങ്ങി തിരിച്ചുവിടായിരുന്നോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് ആംബുലൻസ് ഡ്രൈവർ വന്ന് കുറേ പേരും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവസാനം ഇത് വന്നപ്പം എന്നിട്ട് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞ ഏതോ പ്രായമായ സ്ത്രീയാണ്, ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടത്. അപ്പോൾ കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾക്ക് സംശയം തോന്നി. എന്തെന്നെ ആയാലും ആള് പോയി. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ആ സ്ത്രീയും അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയും കൂടി സമ്മതത്തോടു കൂടി ആയിരുന്നു ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചിലതൊക്കെ സക്സസ് ആവും. എന്നാലും നമ്മൾ ഇത്രയും വലിയ ഇപ്പം സക്സസ് ആയി എന്ന് വിചാരിച്ചു ഇത്രയും വലിയ കോൺഫിഡൻസ് ഇതൊക്കെ ചെയ്യാന്നൊക്കെ പറയാം. ഇതൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച കാര്യങ്ങളാണോ ഈ അക്യുപഞ്ചർ? ഇതൊക്കെ അക്യുപഞ്ചറിൻ്റെ രീതിയിൽ പോട്ടെ,
വേറൊരു വിഷയം അല്ല, നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇതൊക്കെ തന്നെ. അല്ല 5ാമത്തെ പ്രസവമാണ് അല്ല ഞാൻ സംശയിക്കും, ഹോസ്പിറ്റലിൽ പോയാൽ എന്ത് പ്രശ്നം? എന്ത് ഹോസ്പിറ്റലിൽ പോയാൽ? ഈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ടും അസുഖങ്ങൾ ഭേദമാകാൻ വേണ്ടി പോയിട്ടും അങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിക്കണത്. പിന്നെ ഇപ്പം എന്താ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എന്തിനും ഇങ്ങനെ മടി കാണിക്കണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലവാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് ഞാനിതൊന്നും പറയണേ, എനിക്ക് ഇത്ര അതായത് അതിനെ സംബന്ധിച്ചൊരു പ്രസംഗങ്ങളൊക്കെ ഞാൻ വേറെ 2 റിയാക്ഷൻ വീഡിയോസിൽ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് 1-2 സംസാരിക്കും. പ്രസവം ഒരു രോഗാവസ്ഥയല്ല എന്നയാൾ വിളിച്ചു പറയും. ശരി, പ്രസവം അല്ലെങ്കിൽ ഗർഭം ഒരു രോഗാവസ്ഥയല്ല. പക്ഷേ ഈ പറയുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ഈ ജന്മത്തിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ മനസ്സിലാവണമെങ്കിൽ അവനൊരു സ്ത്രീയായി ജനിക്കണം. സ്ത്രീയായി ജനിച്ച് അവനൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഗർഭം ധരിക്കണം. എന്നേരമാണ് ആ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, അപ്പോഴൊക്കെയുള്ള അവസ്ഥകൾ എന്താണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുള്ളൂ. അവർ ഈ ജന്മത്തിൽ എന്തായാലും ആണായി ജനിച്ചു. പെട്ടെന്ന് ഇപ്പോൾ അടുത്ത ജന്മത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ എന്താണെന്ന് നമുക്ക് ഓർമ്മയില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാനിപ്പോൾ ആണായിരുന്നു, ഈ ജന്മത്തിൽ ഞാനൊരു പെണ്ണായി ജനിച്ചു എന്ന് വിചാരിച്ചോ? എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഓർമ്മയില്ലല്ലോ. അങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ അയ്യോ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്ത് തെറ്റായി പോയി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഓർമ്മയില്ലല്ലോ. പുതുതായിട്ട് ഒരാളായിട്ടല്ലേ ജനിക്കുക. അതുകൊണ്ട് ഈ ജന്മത്ത് ഈ പറയണമെന്നൊന്നും ഇതിൻ്റെ അവസ്ഥകളോ ഇതിൻ്റെ കാര്യങ്ങളോ മനസ്സിലാക്കാനേ പോകുന്നുള്ളൂ. സ്ത്രീ ഗർഭം ധരിക്കുന്ന അപ്പം തൊട്ട് ഡെലിവറി വരെ അവൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക അവസ്ഥകൾ എന്താണെന്ന് അറിയാതെയാണ് ഇവൻ ഈ വിളിച്ച് പറയുന്നത് പ്രസവം ഒരു രോഗമല്ല, ഒരു അസുഖമല്ല എന്ന്. പ്രസവ രോഗമാണോ അസുഖമാണോ അതൊന്നും പറയണ്ട. പക്ഷെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ശാരീരിക മാനസിക അവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോയിട്ട് അവസാനം ഡെലിവറിയിലേക്ക് എത്തുന്നത്. ഇപ്പം ഈ അക്യുപഞ്ചർ പഠിച്ചതാണെന്നും അത് ഓക്കെ ആണെന്നും ആ സ്ത്രീ ചെയ്തു. പക്ഷേ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ അത് അവരുടെ സമ്മതത്തോടാണ് എന്ന് പറയുന്നു. അല്ലാതെ ഇനി ഇതേപോലെ തന്നെ വല്ലതും ചെയ്യാൻ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അതിനോട് താല്പര്യം മാനസികമായിട്ടില്ല എങ്കിൽ വലിയ ഇങ്ങനെ സഹിച്ചും പുറത്തിട്ടും അതിന് നിൽക്കാതെ നിങ്ങൾ ഒന്നുകിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യണം. കാരണം എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്നും പറയാനെങ്കിലും പറ്റൂല. അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിപ്പം പോലീസ് പറയും, ചാനലുകാരോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് മറ്റേ സൈഡ് ചോദിക്കാൻ നമുക്ക് ആളവിടെ ഇല്ലല്ലോ. മറ്റേ സൈഡ് ചോദിക്കാൻ ഇനി അവിടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അങ്ങനെ ആരോടും ചോദിക്കാം. ആൾക്ക് താല്പര്യം ഉണ്ടായിട്ടാണോ താല്പര്യമില്ലാതെയാണോ അങ്ങനെ ചെയ്തതോട് ചെയ്യുക. ആള് പോയി, മനസ്സിലായോ? അപ്പം ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെയാണ് ജീവൻ, നമ്മുടെ ഉള്ളിലാണ് ഈ ജീവൻ കിടക്കുന്നത്. അത് ആ ഉള്ളിന്ന് നമ്മുടെ പ്രാണൻ, നമ്മുടെ ജീവനും കൂടെ റിസ്കി ആയിട്ട് നമ്മുടെ ജീവനും വേണം, ആ കുഞ്ഞിനും വേണം. അങ്ങനെ വേണം ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് എത്രമാത്രം റിസ്കി ആയിട്ടുള്ള സന്ദർഭമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കുക. നാട്ടിൽ ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, മറ്റു ഹോസ്പിറ്റലുകൾ എല്ലാം ഉണ്ട്. എവിടെയെങ്കിലും പോവാം. അല്ലാതെ ഇത് പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒപ്പം പറ്റില്ല എന്ന് വായ തുറന്ന് പറയുക. അവനവൻ്റെ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് മൗനമായി സമ്മതം മൂളരുതെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളോടൊക്കെ. ഞാനാണെങ്കിൽ 63,000 ഫോളോവേഴ്സൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും? അയാൾ എന്തായിരിക്കും ആ ചാനലിൽ നിന്ന് പറയുന്നുണ്ടാവും? ആ വീഡിയോ കേട്ട് അവരൊക്കെ അഡിക്റ്റ് ആയിട്ടുണ്ടാവും. അവരൊക്കെ ഇനി എങ്ങനെ കൗൺസിൽ ചെയ്തെടുത്താൽ പറ്റും? അവരൊക്കെ ഇനി ഏത് ലെവലിലേക്കായും കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്നുള്ളത് എനിക്കറിയില്ല. അത്യാവശ്യം ബോധമുള്ളവരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടാവും, വേണ്ട എന്നുള്ള ഓർത്തിട്ട്. അല്ല എനിക്കറിയാം, ഞാനീ പറയുന്നതിനും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, ഞാൻ പറയുകയാണ്. നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു. ഇപ്പോൾ ഒരു ഫെസിലിറ്റീസും വെക്കാതെ അവനവൻ്റെ ഒരു യുക്തിക്കനുസരിച്ച് പ്രസവമൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ വലിയ അപകടങ്ങളിലേക്കാണ് ചെന്നെത്തുക. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങിയത്. ഇനി ചെറിയ വേദന, കൈകാൽ വേദന ചെറുതൊക്കെ ആണെങ്കിൽ പിന്നെ വലിയ റിസ്ക് ഇല്ല. അതൊക്കെ ഈ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ആരും ഒന്നും പറയാനൊന്നും പറ്റില്ല. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഗർഭം ഒരു രോഗാവസ്ഥയല്ല എന്ന് പറയുന്നവരോട് ഇതേ പറയാനുള്ളൂ. രോഗാവസ്ഥയൊന്നുമല്ല, പക്ഷെ അവസ്ഥയിൽ അതിലൂടെ കടന്നു പോകണം. എങ്കിലാണ് അത് എന്താണെന്നുള്ളത് തിരിച്ചറിയുള്ളൂ. അത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം ഞാൻ 5-6 അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. പക്ഷെ 5-6 പ്രസവിക്കുമ്പോൾ അവരുടെ ശാരീരിക മാനസികാവസ്ഥയും കൂടി ഒന്ന് കണക്കാക്കുക. അതൊക്കെ അവരവരുടെ താല്പര്യമാണ്. പക്ഷെ അതൊന്ന് കണക്കാക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട് പുറത്തേക്ക് വിട്. ആ
പുറത്തേക്ക് വിടൂ. അവരോട് നിന്ന് പുറത്തേക്ക് വന്നിരുന്ന് 10 മിനിറ്റ് നിങ്ങൾ ഓരോ ഡെലിവറി കഴിയുമ്പോഴും നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, ഓരോ പ്രഗ്നൻസിയിലും നിങ്ങളുടെ ശാരീരികാവസ്ഥ എന്തായിരുന്നു, നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നോ, വളരെ ഹാപ്പി ആയിരുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ, പുറത്തേക്ക് വിടൂ. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാനൊന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പം നെഗറ്റീവ് കമൻസുമായിട്ട് ദയവായി ഇതിലേക്ക് വരാതിരിക്കുക. വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ലവ് യു ഓൾ. ടാറ്റാ, ബൈ ബൈ.